Hello all. Learn is in front of you today with a new short story. Name of the story is Pinyar the Widow and it is written by Mamang. And this is the picture of our author Mamang. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസിൽ നിന്നെല്ലാം ഇത് ഒത്തിരി വ്യത്യാസമാണ് കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി, വളരെ സിമ്പിളാണ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ടു. സോ ബിഫോർ വി സ്റ്റാർട്ട് ലെറ്റ്സ് സീ മോർ അബൌട്ട് ദ ഓഥർ Mamang. She is an Indian poet, novelist and journalist based on Itanagar, Arunachal Pradesh. She has to her credit a book of poetry called River Poems and other works of fiction like Legends of Penza, Arunachal Pradesh, The Hidden Land, and Stupid Cupid. Mamang Thai's poetry and prose are mostly about Arunachal Pradesh, her birthplace. Arunachal Pradeshile ജനിച്ച റൈറ്ററാണ്. ആൻഡ് അവരുടെ റൈറ്റിങ്സിലൊക്കെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശിലെ ആൾക്കാർ അവരുടെ ട്രഡീഷൻ അതൊക്കെയാണ്. അപ്പോൾ ദ സ്റ്റോറി ദാറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി, Pinyar the Widow, is from the collection The Legends of Penza. So let's start the story. Pinyar the Widow. Pinyar is a tribal woman, a widow. The author and her companion Mona paid a visit to the place where Pinyar lives. Thus the story begins. When they reached there, she was drying the clothes by fire. She was cursing and grumbling. Pinyar ഒരു ട്രൈബൽ ലേഡിയാണ്, ഒരു വിധവയാണ്. ഓഥറും ഓഥറിൻ്റെ കമ്പാനിയൻ മോണ എന്ന് പറഞ്ഞൊരാളും കൂടെ ചേർന്ന് പിന്നിയാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു വിസിറ്റ് നടത്തുകയാണ്. അങ്ങനെയാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരവിടെ എത്തുമ്പോഴേക്കും പിന്നിയാർ തീയുടെ അടുത്ത് കാണിച്ച് തുണികൾ ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരൊക്കെയോ പ്രാഗിയോ എന്തൊക്കെയോ പുറവുറുക്കിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നിയാർ ആ സമയം അവിടെ. ലെറ്റ്സ് സീ മോർ അബൌട്ട് പിന്നിയാർ. Pinyar has once lived with a man named Orka, who came from a far village. She stayed with him for 5 years, though everyone opposed the idea. When she became pregnant, the village elder tried to solemnize a marriage, but it never happened. After the child Kamur was born, Orka took the child and left Pinyar behind forever. പിന്യാറിൻ്റെ ചെറുപ്പകാലത്ത് ദൂരെ ഗ്രാമത്തിൽ നിന്നൊന്ന ഓർക്ക എന്നൊരു യുവാവുമായി പിന്യാർ പ്രണയത്തിലാവുന്നു. അവർ 5 വർഷം ഒരുമിച്ച് താമസിച്ചു. പക്ഷേ ആചാരപ്രകാരം വിവാഹം കഴിച്ചിരുന്നില്ല. ഇതിനിടയിൽ പിന്യാർ പ്രഗ്നൻ്റായി. അപ്പോഴെങ്കിലും വിവാഹം നടത്താനായിട്ട് വില്ലേജ് എൽഡേഴ്സൊക്കെ തീരുമാനമെടുത്തു നോക്കി. പക്ഷേ എന്തുകൊണ്ടോ ആ വിവാഹം നടന്നില്ല. പിന്നീട് കമൂർ എന്നൊരു കുട്ടി അവർക്ക് ജനിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആ കുട്ടിയും എടുത്തുകൊണ്ട് ഓർക്ക സ്ഥലം വിട്ടു. പിന്യാറിനെ എന്നേക്കുമായി ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്യാറിൻ്റെ ലൈഫ് വീണ്ടും പ്രശ്നം നിറഞ്ഞു തന്നെയായിരുന്നു. ആഫ്റ്റർ സം ഇയേഴ്സ് പിന്യാർ മാരിഡ് എ മാൻ നെയ്മഡ് ലെക്കൺ. ബട്ട് സൂൺ ആഫ്റ്റർ ദ മാരേജ് ലെക്കൺ വാസ് കിൽഡ് ഇൻ എ ഹണ്ടിങ് ആക്സിഡൻറ്റ്. ഹി വാസ് ഷോട്ട് ത്രൂ ദ ഹെഡ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പിന്യാർ ലക്കൺ എന്ന പേരുള്ള ഒരു ആളെ കല്യാണം കഴിച്ചു. പക്ഷേ കല്യാണം കഴിച്ച് അധികം താമസിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന് വെടിയേറ്റതായിരുന്നു തലയ്ക്ക്. ഒരു ഹണ്ടിങ് ആക്സിഡൻ്റ് ആയിരുന്നു. Thereafter Pinyar lived alone like a widow, working in the fields. One day, while she was working, her house caught fire and burned down. ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം ഒരു വിധവയെ തന്നെ തുടരാൻ പിന്യാർ തീരുമാനിച്ചു. എന്നാൽ വീണ്ടും ദുരന്തം അവളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം അവൾ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ വീട് മൊത്തവും കത്തിയെരിഞ്ഞ് ചാമ്പലായി. പിന്യാറിൻ്റെ തലവരയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ആൾക്കാർക്ക് സംസാരിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം മതിയായിരുന്നു. സിൻസ് ഇറ്റ് വാസ് കൺസിഡർഡ് ആസ് എ ബാഡ് ലക്ക്, ഷി ഹാഡ് ടു മൂവ് ടു ദ ഔട്ട്സ്കിർട്സ് ഓഫ് ദ വില്ലേജ് ആൻഡ് ഹാഡ് ടു ലീവ് ഫോർ എ പീരിയഡ് വിത്തൗട്ട് എനിവൺ വിസിറ്റിംഗ് ടു ഹർ, ആസ് ഇറ്റ് വാസ് കൺസിഡർഡ് ആസ് എ ബാഡ് ലക്ക്. ഏതോ ശാപം പേറുന്നവളെന്ന് സ്വയം മുദ്രകുത്തിയതുകൊണ്ടോ അതോ അവളുടെ കമ്മ്യൂണിറ്റി തന്നെ മുദ്രകുത്തിയതുകൊണ്ടോ ആവാം അവൾ തൻ്റെ വില്ലേജിൻ്റെ ഒരു പ്രാന്തപ്രദേശത്തേക്ക് താമസം മാറി. അവളെ അങ്ങനെ ആരും വിസിറ്റ് ചെയ്തിരുന്നില്ല അവളുടെ താമസ സ്ഥലത്ത്. ആരെങ്കിലും വിസിറ്റ് ചെയ്താൽ തന്നെ അത് അവർക്ക് ബാട്ടിലേക്ക് കൊണ്ടുവരും എന്ന് പോപ്പുലറായിട്ട് ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായി. പിന്യാർ എക്സ്പ്രസസ് ഇസ് ലൈറ്റ് ഇൻ ദ വേർഡ്സ് ഇറ്റ് സീംസ് മൈ ഡെസ്റ്റിനി ഈസ് കേഴ്സ്ഡ്. എൻ്റെ ജീവിതം തന്നെ ശാപം പിടിച്ചതാണ് എന്നവൾ സ്വയമേ എന്നും പുലമ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്യാറിന് മാത്രമല്ല, മോസ്റ്റ് വിമൻ ഇൻ ദ വില്ലേജ് ഹാവ് ടു ബ്ലെയിം ദർ ഡെസ്റ്റിനീസ് ഫോർ ദ ഹാർഡ്ഷിപ്സ് ദേ അണ്ടർഗോ. ഏതൊരു സ്ത്രീക്കും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലോ അതൊക്കെ അവരുടെ ശാപം കൊണ്ടുണ്ടാവുന്നതാണെന്നാണ് ആ വില്ലേജേഴ്സ് കരുതി പോന്നിരുന്നത്. The multiple identities of a woman, that is her individual identity as a woman and her group identity as a member of the family and community, place her between dilemma of individual and community interest. അതായത് ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന മൾട്ടിപ്പിൾ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി, അതായത് ഒരു സ്ത്രീ എന്ന നിലയിൽ തൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റി, ഇനി ഒരു ഫാമിലിയിൽ അവളുടെ ഐഡൻറ്റിറ്റി, കമ്മ്യൂണിറ്റിയിൽ അവളുടെ ഐഡൻറ്റിറ്റി, ഇങ്ങനെ എല്ലാവരും ചേർന്ന് പല വിധത്തിലുള്ള ഐഡൻറ്റിറ്റിയാണ് ഒരു സ്ത്രീക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്നത്. Now let's see a legend story of the village. Pinyar explains the author that why she doesn't make the powder for rice beer. According to their legend, there lived a supernatural beings called MITI-MILI. They were the first to make the yeast, CE, that ferment the rice into beer. പിന്യാർ നമ്മുടെ ഓഥറും അത്യാവശ്യം പരിചയക്കാരായതുകൊണ്ട് എങ്ങനെയാണ് റൈസ് പുളിപ്പിച്ച് ബിയർ ഉണ്ടാക്കുന്നത് എന്ന് ഓഥറിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അവരുടെ ഇടയിൽ ഒരു ലെജൻഡ്, ഒരു സ്റ്റോറി ഉണ്ട്. സൂപ്പർ നാച്ചുറൽ ബീങ്സായ മിറ്റി മിലീസിനെ പറ്റിയായിരുന്നു അത്. ഇവരാണ് ആദ്യമായിട്ട് CE എന്ന ഈസ്റ്റ് കണ്ടുപിടിച്ചതെന്ന് കരുതപ്പെടുന്നു.
Before they vanished, they gave the sacred powder to mankind. The tribe believed that this CE has special powers, thus it should be handled with respect. Only women could handle it, and Pinya used to make some of the best CE cakes. വളരെ ശ്രദ്ധിച്ചും പവിത്രമായും യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് CE എന്ന് ട്രൈബ് വിശ്വസിച്ചു പോന്നിരുന്നു. അതുകൊണ്ട് സ്ത്രീകൾ തന്നെയായിരുന്നു അത് ഹാൻഡിൽ ചെയ്തിരുന്നത്. അത് വളരെ ബഹുമാനത്തോടു കൂടി വേണം ഹാൻഡിൽ ചെയ്യേണ്ടതും. ഇവൻ നമ്മുടെ പിന്യാർ പോലും അതുപയോഗിച്ച് നല്ല സൂപ്പർ കേക്ക്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. CE പറ്റി പിന്യാറിന് വീണ്ടും ഒരുപാട് പറയാനുണ്ടായിരുന്നു. ഈറ്റിംഗ് CE ബിഫോർ ഹണ്ടിങ് വാസ് ഫോർബിഡൻ ആസ് ഇറ്റ് മൈറ്റ് മേക്ക് മാൻ ഇൻ ഹാലൂസിനേഷൻ. വെൻ സംബഡി ഫോർഗെറ്റ് സച്ച് റൂൾസ് ഇറ്റ് വുഡ് ലെഡ് ടു ദ ഡെത്ത് ഓഫ് സം ഹൺസ്മാൻ ഇൻ ഹണ്ടിങ് ആക്സിഡൻറ്റ്. ഇവരുടെ വിശ്വാസം അനുസരിച്ച് ആണുങ്ങൾ ഹണ്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് CE ഉപയോഗിച്ചിട്ടുള്ള യാതൊരു പദാർത്ഥങ്ങളും യൂസ് ചെയ്യാൻ പാടില്ല. ഈ നിയമം ആരെങ്കിലും മറന്നുപോയാൽ വേട്ടയാടുന്നതിനിടയിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായി അവർ മരണപ്പെടുമെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. Pinya did not hold the man who is responsible for the death of her husband. She believes that the CE had caused her husband's death. പിന്യാറിൻ്റെ ഹസ്ബൻഡിൻ്റെ മരണത്തിന് കാരണക്കാരനായ ആളെ കണ്ടുപിടിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും പിന്യാറ് മെനക്കെട്ടിരുന്നില്ല. പിന്യാറ് വിശ്വസിച്ചിരുന്നത് അദ്ദേഹം CE യൂസ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്നാണ്. ഇത്രയും നേരം പിന്യാറിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇനി പിന്യാറിൻ്റെ മകൻ കമൂറിനെ പറ്റി നോക്കാം. കമൂർ ഹാഡ് ഗ്രോൺ അപ്പ് ഇൻ ടു എ യങ് മാൻ ആൻഡ് വർക്കിംഗ് ഇൻ ദ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആസ് എ ക്ലർക്ക്. He got married and was living with his wife and 3 children. കമൂറിനെ പറ്റി നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നാറിന് ഓർക്ക എന്ന ആളിൽ ജനിച്ച മകനാണ്. അദ്ദേഹം ഇപ്പോൾ വളർന്നു വലുതായി ഒരു ഗവൺമെൻറ് ഓഫീസിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യാണ്. വിവാഹിതനാണ്. 3 കുട്ടികളുടെ പിതാവുമാണ്. ഇനി നമ്മൾ കുറച്ച് ബ്ലാക്ക് മൊമെൻറ്റ്സിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. One day, for some unknown strange reason, Kamur attempted to murder his entire family. Only the eldest son, who was in the school, escaped from this brutal act. His wife survived with some minor wounds. Kamur was aghast at his action and pleaded that evil spirits had taken over him, causing him to do such a horrible act. ഒരു ദിവസം എന്തോ സ്ട്രേഞ്ച് റീസൺ കാരണം കമൂർ തൻ്റെ ഭാര്യയും മക്കളെയും ഒക്കെ കുത്തിവീഴ്ത്തി. 2 മക്കൾ ഓൺ ദി സ്പോട്ടിൽ മരിച്ചു. ഭാര്യ അത്യാവശ്യം മൈനർ വൂൺസാൽ രക്ഷപ്പെട്ടു. മൂത്ത കുട്ടി സ്കൂളിലായത് കാരണം ഈ ബ്രൂട്ടൽ ആക്ടിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. എന്താ സംഭവിച്ചതെന്ന് കമൂറിന് ഓർമ്മ കൂടിയില്ലായിരുന്നു അത്രേ. എന്തോ പ്രേതബാധ കയറിയതാണെന്ന് അവൻ എല്ലാവരോടും യാചിച്ചു പറഞ്ഞു. ഈ ബ്രൂട്ടൽ ആക്ട് നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ നാട്ടിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. ലെറ്റ്സ് സീ. ബിഫോർ കമൂർ കിൽഡ് ഹിസ് ചിൽഡ്രൻ, 2 men in the town acted strangely. One of these men had then killed himself. ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് 2 ആൾക്കാർ സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്തിരുന്നു. അതിലൊരാൾ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തിരുന്നു. People spoke of the peculiar tree in that place, especially aubergine plant that had grown into the size of a tree. Nobody could remember who had planted it or when. അതുപോലെ തന്നെ ആ നാട്ടിലുള്ള ഒരു പെക്യുലർ ഒരു ട്രീനെ പറ്റി ആൾക്കാർ സംസാരിച്ചിരുന്നു. ഒരു ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു, അതിപ്പോൾ വളർന്ന് ഒരു വലിയ മരത്തിൻ്റെ സൈസിലേക്ക് എത്തി. ആരാണിത് നട്ടതെന്നോ എപ്പോഴാണ് നട്ടതെന്നോ ഒന്നും ആർക്കും അറിയില്ല. ബട്ട് ഒരു മിസ്റ്റീരിയസ് ട്രീ ആയിട്ടത് വളർന്ന് പന്തലിച്ചു കഴിഞ്ഞിരുന്നു. The fruit of the tree was considered to be evil. It was considered as a ghostly tree and dared to cut it down. ഈ മരത്തിലുണ്ടാകുന്ന പഴങ്ങളെല്ലാം ഈവിൾ ആണെന്ന് ആൾക്കാർ ധരിച്ചിരുന്നു. ആൻഡ് ഒരു ഗോസ്റ്റ്ലി ട്രീ ആണ് ഇതിനെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ഇതിനെ വെട്ടാനായിട്ട് ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്താണ് ഇപ്പോൾ ഈ ട്രീനെ പറ്റി പറയാമെന്നല്ലേ? ലെറ്റ്സ് സീ. The fact that Kamur had been seen sometimes resting under the tree at odd hours, doing nothing in particular, raised people's suspicion as to why Kamur had behaved so strangely. അതായത് ഇവൻ ഈ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് പലരും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മരത്തിനും ഇവൻ ചെയ്ത ഈ സ്ട്രേഞ്ച് ബിഹേവിയറും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ചില കണക്ഷൻസ് ഉണ്ടെന്ന് ആൾക്കാർ ധരിക്കാൻ തുടങ്ങി. കമൂറിൻ്റെ ഈ അവസ്ഥ കണ്ട് പിന്യാർ എന്ത് ചെയ്തു നോക്കിയേ. Though the police took Kamur away, Pinya was determined and she got him out of lockup by submitting all the papers signed by the political representatives. ഈ ബ്രൂട്ടൽ ആക്ട് നടന്നതിന് ശേഷം കമൂറിനെ പോലീസ് കൊണ്ടുപോയി. പിന്യാർ ഇതറിഞ്ഞ ഉടനെ തന്നെ പല പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ അടുത്ത് പോയി പല പേപ്പേഴ്സൊക്കെ ശരിയാക്കി അത് സബ്മിറ്റ് ചെയ്ത് കമൂറിനെ പുറത്തേക്ക് ഇറക്കി. Pinya rushed towards Kamur and wept when she saw him. The papers approved his release on the basis of his closest relatives would keep him. When everyone refused to accept him, Pinya took him with her. ഏതെങ്കിലും ക്ലോസ് റിലേറ്റീവിനെ ഏറ്റെടുക്കണമെന്ന ധാരണയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കമൂറിനെ വിട്ടയച്ചു. മകനെ കണ്ട ഉടനെ തന്നെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. When everyone refused, ആരും ഇവനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പിന്യാർ അവനെ ഒപ്പം കൂട്ടി. Pinya requested all the great priests to exorcise the bad sports in her son Kamur. He lives with her for a while, and later he moved with his wife to another village. Pinya appears to be an extremely loving mother from the actions she did to save Kamur. കമൂറുമായി വീട്ടിലെത്തിയ പിന്യാർ ആദ്യമേ ചെയ്തത് വില്ലേജിൽ തന്നെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീസ്റ്റിനെല്ലാം വിളിച്ചു വരുത്തി തൻ്റെ മകൻ്റെ ശരീരത്തിലുള്ള ഈവിൾ സ്പിരിറ്റിനൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് കുറേ പൂജകളും മന്ത്രവാദങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു. കുറച്ച് നാൾ പിന്യാറിനൊപ്പം കമൂർ താമസിച്ചിരുന്നു. അതിനുശേഷം വൈഫുമായിട്ട് മറ്റൊരു വില്ലേജിലേക്ക് താമസം മാറി. ഈ ആക്ടിൽ നിന്നെല്ലാം പിന്യാർ എത്ര സ്നേഹനിധിയായ ഒരു അമ്മയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അങ്ങനെ പിന്യാർ ദ വിഡോ എന്ന സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. ലൈഫ് സ്റ്റൈൽ ഓഫ് പിന്യാസ് പീപ്പിൾ.
സ്റ്റോറിയിൽ ഇവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയും കൂടെ പറയുന്നുണ്ട്. പിന്യാസ് പീപ്പിൾ ആർ അഗ്രേരിയൻ ഇൻ നേച്ചർ. ദേ സ്പെൻഡ് ദ ഹോൾ ഡേ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്സ്. The field they work on are not regular fields but patches of land that are located on thickly wooded hillsides and are far away from their homes. പിന്യാറിൻ്റെ വില്ലേജിലെ ആൾക്കാരൊക്കെ അഗ്രേറിയൻസ് ആണ്, അല്ലെങ്കിൽ കർഷകരാണ്. ചെറിയ ചെറിയ ഫീൽഡ്സിൽ അവർ കൃഷി ചെയ്യാണ് പതിവ്. അപ്പോൾ അവരുടെ കൃഷിസ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരത്താണ്, വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. എവറി ഹൗസ് ഹോൾഡ് ഗ്രൂ വെജിറ്റബിൾസ് ആൻഡ് ഹെർബ്സ് ഇൻ ഓപ്പൺ സ്പേസസ്. എല്ലാ വീട്ടുകാർക്കും പച്ചക്കറി കൃഷിയും അല്ലെങ്കിൽ ചെറിയ ഹെർബ്സിൻ്റെ കൃഷികളും ഒക്കെ ഉണ്ട്. പീപ്പിൾ ലീവ് ഹോം ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് ക്യാരീസ് ഫുഡ് അലോങ് വിത്ത് ദം. അപ്പോൾ അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും, ആഹാരവും അവർക്കൊപ്പം തന്നെ കരുതും. വെൻ സൺ ഈസ് ഓവർ ഹെഡ് ദേ ടേക്ക് ഷെൽട്ടർ ഇൻ സ്മോൾ താഷ് ഷാക്സ് ആൻഡ് ഈറ്റ് ദ മിഡ് ഡേ മീൽ. സമയമാകുമ്പോൾ ഏതെങ്കിലും ഷെൽട്ടറിൽ നിന്ന് അവർ മിഡ് ഡേ മീൽ കഴിക്കും. ചില സമയങ്ങളിൽ അവർ നൈറ്റും അവിടെ തന്നെ സ്പെൻഡ് ചെയ്യും, തിരിച്ച് വീട്ടിലേക്ക് പോവുക പോലും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റി പറയാനുള്ളത്. When the author met Pinya for the last time, she gave her a bundle and requested to hand over the bundle to Kamur in the village. Pinya knows that the author used to travel a lot. She was passing on her jewelry to the daughter-in-law, hoping that it would bring her better luck. Faith is everything, she concluded. നമ്മുടെ ഓഥർ പിന്യാറിനെ അവസാനമായിട്ട് കണ്ടപ്പോൾ പിന്യാർ ഒരു ബണ്ടിൽ ഹാൻഡ് ഓവർ ചെയ്തു. ഇത് തൻ്റെ മകന് കൊടുക്കാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തു. നമ്മുടെ ഓഥർ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്ന് പിന്യാറിന് അറിയാമായിരുന്നു. ആ ബണ്ടിലിനകത്ത് തൻ്റെ മരുമകൾക്ക് കൊടുക്കാനുള്ള തൻ്റെ കുറച്ച് ജ്വല്ലറീസ് ആണെന്ന് പിന്യാർ ഓഥറിനോട് പറയുകയാണ്. ആ ജ്വല്ലറീസ് തൻ്റെ മരുമകൾക്ക് ബെറ്റർ ലക്ക് കൊണ്ടുവരുമെന്ന് പിന്യാർ വിശ്വസിക്കുകയാണ്. വിശ്വാസമാണല്ലോ എല്ലാം എന്ന് പറഞ്ഞു നിർത്തുകയാണ് പിന്യാർ. അതോടുകൂടി തന്നെയാണ് നമ്മുടെ സ്റ്റോറി അവസാനിക്കുന്നത്. വിശ്വാസമാണല്ലോ എല്ലാം. അപ്പോൾ സ്റ്റോറി അവസാനിച്ചു. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ഇൻ ക്ലാസ്. ഫീഡ്ബാക്ക് എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യണം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച്.